ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിലേക്ക് സ്വാഗതം. സായിരാം. ഇന്ന് നമുക്ക് പറയേണ്ടിയിരുന്നത് ശ്രീ സുരേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹത്തിന് എന്തോ തിരക്കായതുകൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് പകരം ഇന്ന് കൃഷ്ണകുമാരി മഞ്ചേരിയിൽ നിന്നാണ് നമുക്ക് വേണ്ടി വായിക്കാനും പറയാനും പോകുന്നത്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത കാസർഗോഡാണ്. ഇന്ന് ശ്രീമതി നളിനിയാണ് കോർഡിനേറ്റർ ആവേണ്ടിയിരുന്നത്. അവര് പുട്ടപർത്തിയിലായതുകൊണ്ട് ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയാണ്. സായിരാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിരാം. കൃഷ്ണമാരി തുടങ്ങിക്കോളൂ, വീഡിയോ ഓൺ ചെയ്തിട്ട്. സായിരാം. കുറച്ചൊന്ന് മുകളിലോട്ട് പൊങ്ങിയിരിക്കും കേട്ടോ. ഒന്ന് മുകളിലോട്ടിരിക്കും, മുകളിലോട്ട് കുറച്ചും കൂടെ. മതി മതി. 2025 സ്വാമി പറഞ്ഞ പുതുവത്സര സന്ദേശം വായിക്കണം. സ്വയം കണ്ടെത്തൂ. ഓരോ നിമിഷവും ജീവിതത്തിലെ പുതിയ നിമിഷങ്ങളാണ്. പുതുവത്സര പിറവി ആഘോഷിക്കുന്നതിനും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു വർഷം മുഴുവൻ കാത്തിരിക്കേണ്ടതില്ല. ഓരോ നിമിഷവും ഹൃദയശുദ്ധിക്കും ഹൃദയം പ്രേമഭരിതമാക്കുന്നതിനും വിനിയോഗിക്കൂ. ഈശ്വരൻ നിങ്ങളുടേതാണെന്നും ഭഗവത് പ്രേമം നിങ്ങളോടൊത്തുണ്ടെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഭഗവാനെ സ്വന്തമാക്കാനുള്ള മാർഗമാണ് ശുദ്ധഭക്തി. ഭക്തി എന്നാൽ ഭഗവാനോടുള്ള നിഷ്കാമ പ്രേമം. നല്ല പെരുമാറ്റം കൊണ്ട് മാത്രമേ അത്തരം ഭക്തി വളർത്തുവാനാകൂ. ധർമ്മനിഷ്ഠയില്ലാതെ ഭക്തിയില്ല. എല്ലാ അറിവുകളിലും ശ്രേഷ്ഠം ആത്മജ്ഞാനമാണ്. ഈ ജ്ഞാനം ലഭിക്കുന്നതിന് ഞാൻ എന്ന ഭാവം നിശേഷം നശിപ്പിച്ച് പ്രാർത്ഥനയോടെ ആത്മസമർപ്പണം ചെയ്യണം. ഐഹിക സുഖങ്ങൾക്കായി മനുഷ്യർ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന കോടാനുകോടികളിൽ അപൂർവം ചിലർ മാത്രമാണ് ഈശ്വരലാഭത്തിനായി പ്രാർത്ഥിക്കുന്നത്. സന്തോഷ സന്താപാദികളുടെ ഒരു സ്ഥിരമായ പരമ്പരയാണ് ജീവിതം. ഈ വിപരീതങ്ങളിൽ നിന്നും മുക്തി വേണമെങ്കിൽ നിസ്സംഗത്വം വളർത്തിയെടുക്കണം. ഈ നിസ്സംഗത്വ ഭാവത്തെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. എവിടെയാണ് ഈശ്വരൻ? ശാസ്ത്രങ്ങൾ പറയുന്നത് ദൈവം ബ്രഹ്മചാരിയിൽ നിന്ന് 20 അടി അകലെയാണെന്ന്. കാരണം യൗവന ജ്വരം കൊണ്ട യുവാവിന് ദൈവത്തെ കാണുവാൻ കണ്ണില്ല. സന്യാസിയിൽ നിന്ന് 3 അടി അകലത്തിലാണ് ദൈവം എന്ന് പറയുന്നു. മുൻപിത ശിരസും മഞ്ഞ വസ്ത്രവും മാത്രം ഒരുവനെ ശരിയായ സന്യാസിയാക്കുന്നില്ല. സർവസംഗ പരിത്യാഗവും വൈരാഗ്യവുമാണ് സന്യാസിയുടെ ലക്ഷണം. ഗൃഹസ്ഥന്റെ കാര്യത്തിൽ ഈശ്വരൻ ഹൃദയത്തിനുള്ളിൽ തന്നെ വസിക്കുന്നു എന്ന് പറയുന്നു. ഈശ്വരൻ ഹൃദയനിവാസിയാണെങ്കിലും ആർത്തി, വെറുപ്പ്, അസൂയ തുടങ്ങിയ ദുർഗുണങ്ങൾ ഉള്ളിൽ നിന്നും നിശേഷം കഴുകി കളയുന്നില്ലെങ്കിൽ ഈശ്വരൻ അനുഭവത്തിലാകില്ല. ഈശ്വരകൃപയ്ക്ക് വേണ്ടത് മനഃശുദ്ധി മാത്രമാണ്. ശുദ്ധമായ ഏകാന്തമായ ഭക്തിയോടെ ഈശ്വരാരാധന ചെയ്യുമ്പോൾ ഭക്തന്റെ ഓരോ കോശവും ദൈവിക ചൈതന്യം കൊണ്ട് നിറയും. സർവസംഗ പരിത്യാഗിയായ ഭക്തന് ഭഗവാൻ സ്വയം പ്രത്യക്ഷനാണ്. ഭക്തന്മാരുടെ പ്രാർത്ഥന സാധിച്ചു കൊടുക്കുവാൻ സ്വാമി എപ്പോഴും തയ്യാറാണ്. പക്ഷെ ഇന്ന് ഭക്തി എന്ന് ഭാവിക്കുന്നത് വെറും ശക്തിയാണ്. ഭക്തി ഇന്ന് പലരും ഒരു ആർഭാടമാക്കി അധപതിച്ചിരിക്കുന്നു. ഗുരുതരമായ ധാർമ്മിക പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ മാത്രമേ മനുഷ്യന് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അത്തരം ഒരു പ്രതിസന്ധിയാണ് അർജുനൻ നേരിട്ടത്. ഇനി 7 ദിവസം കൂടി മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നറിഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവും ഇതുപോലൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു. കടുത്ത പ്രതിസന്ധികളിലാണ് മനുഷ്യൻ ഈശ്വരനെ പറ്റി ചിന്തിക്കുന്നതും സഹായത്തിനായി പ്രാർത്ഥിക്കുന്നതും.
ഈശ്വരാനുഗ്രഹം എന്ന നിലയിൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഈശ്വരപ്രേമം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇതിനെ ഭക്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തൃഷ്ണ, ക്രോധം, അസൂയ, അത്യാഗ്രഹം, അഹന്ത ഇവയിൽ നിന്നും മനുഷ്യ മനസ്സ് മോചനം നേടിയാൽ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഈശ്വരേച്ഛ എന്താണോ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് അത് ഭക്തിപൂർവം സ്വീകരിക്കണം. എന്ത് ചെയ്താലും അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. ഇക്കാലത്ത് ഈശ്വരനോട് വളരെ പേർക്കും താല്പര്യമില്ല. മനുഷ്യൻ ഈശ്വരനെ അന്വേഷിക്കുന്നതിനു പകരം ഇപ്പോൾ ഈശ്വരൻ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അവിടുത്തെ ഇച്ഛ അനുസരിച്ച് അഹന്തയെ ത്യജിക്കുവാൻ സന്നദ്ധരായവരെ ഈശ്വരൻ അന്വേഷിക്കുകയാണ്. ആത്മത്യാഗം കൊണ്ട് ജീവിതം ധന്യമാക്കുക. നിങ്ങൾ കർമ്മങ്ങളെ ത്യജിക്കേണ്ട. കർമ്മങ്ങൾ വിജയിക്കുമ്പോഴുള്ള അഹങ്കാരവും പരാജയപ്പെടുമ്പോഴുള്ള കോപവും ത്യജിച്ചാൽ മതി. അത്യാഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. വേഷത്തിലും സംസാരത്തിലും ലാളിത്യം ശീലിക്കുക. സത്പ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായിരിക്കുക. സ്വാശ്രയശീലം വളർത്തുക. മറ്റുള്ളവർ ചെയ്ത തിന്മയെ അവഗണിക്കുക. നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ളവരെ ഓർക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മയെ മറക്കുക. ആത്മാവിനെ കുറിച്ചുള്ള ബോധം മറ്റൊരാൾക്ക് നൽകാനോ വേറെ ഒരാളിൽ നിന്നും സ്വീകരിക്കുവാനോ സാധ്യമല്ല. അത് അജ്ഞതയുടെ മൂടുപടത്തിന് പിന്നിൽ മറഞ്ഞു എപ്പോഴും നിങ്ങളിൽ ഉണ്ട്. ബോധസൂര്യനെ തിളങ്ങാനും സ്വന്തം ചിന്തകളെയും വാക്കുകളെയും പ്രകാശമാക്കുവാനും അനുവദിക്കുകയാണ് നിങ്ങളുടെ കർത്തവ്യം. അലസന്മാർ പോലും സത്സംഗ സ്വാധീനത്താൽ ഈശ്വരനോട് പ്രേമമുള്ളവരാകും. സത്സംഗത്തിലൂടെ മിഥ്യാബോധത്തിൽ നിന്ന് മോചനം നേടുകയും അങ്ങനെ സത്യത്തിലുള്ള വിശ്വാസം വളർത്തുകയും അതിലൂടെ പരമശാന്തി നേടുകയും ചെയ്യാം. ഇത് ഭഗവാന്റെ പുതുവത്സര സംഭാഷണങ്ങളിൽ നിന്ന് എടുത്തതാണ്. 2025 സായിരാം. സായിരാം, നീ അനുഭവങ്ങളൊക്കെ പറഞ്ഞോളൂ സായിരാം. ഞാൻ വീഡിയോ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ അനുഭവകഥ പിന്നെ കൃഷ്ണകുമാരി മഞ്ചേരി സമുദ്രമാണ്. വീട് മഞ്ചേരിയാണ്. പിന്നെ ആദ്യം ഞങ്ങൾ പിന്നെ ഗുരുവായൂരപ്പൻ്റെ പിന്നെ അവിടെ എപ്പോഴും അങ്ങനെ ഭക്തന്മാരായിരുന്നു. എൻ്റെ വീട് പട്ടാമ്പിയാണ്. അപ്പം ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ പലപ്പോഴും ഗുരുവായൂർ പോയിട്ട് സപ്താഹമൊക്കെ കേൾക്കാനൊക്കെ പോകലുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പനോട് നല്ലൊരു ഭക്തിയും വിശ്വാസമൊക്കെ ഉള്ള ആളായിരുന്നു. കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഗുരുവായൂർ പോകും. പിന്നെ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇനി പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ട് മക്കളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അന്ന് അവർ ചെറിയ കുട്ടികളാണ്. 8-9 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അവരെയും കൊണ്ട് ഗുരുവായൂർക്ക് പോയി. അപ്പം എൻ്റെ മനസ്സിനെന്തോ ഭയങ്കര വിഷമം നേരിട്ടൊരു സമയമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. പിന്നെ ഗുരുവായൂർ നട തുറന്ന് പിന്നെ അപ്പോൾ വലിയ തിരക്ക് അപ്പം അനുഭവപ്പെട്ടിരുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം ഒന്ന് ഉള്ളിലൊക്കെ തൊഴുത് പുറത്ത് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും പിന്നെ വഴിപാട് ഷീട്ടാക്കിയിട്ട് പ്രസാദം വാങ്ങി പോരാ പതിവ്. അപ്പം അങ്ങനെ ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് പിന്നെ ഒരു മോർണിംഗ് കൊണ്ട് ഷീട്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. ഞാനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ തോന്നുകയാണ് അവിടെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത അങ്ങനെ വരികയാണ്. പിന്നെ ഗുരുവായൂരപ്പന് ഒരു താമരമാല ചാർത്തിയ പിന്നെ നന്നായിരുന്നു തോന്നുകയാണ്. പക്ഷെ എനിക്കത് ചാർത്തിയ മാത്രം മതി, എനിക്കത് കിട്ടും വേണം, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരികയാണ്. പക്ഷെ പിന്നെ അപ്പൊ തന്നെ മനസ്സ് ചിന്തിക്കണ്ടേ, ഇപ്പൊ ഷീട്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇപ്പൊ അവര് ചാർത്തുണ്ടാവുള്ളൂ, പിന്നെ ഇപ്പൊ നമ്മള് ഇന്ന് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പൊ കിട്ടൂല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ, പിന്നെ അതിനിപ്പോ നോക്കിയൊന്നും ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കണം. എൻ്റെ ഇടയിൽ കൊണ്ട് എൻ്റെ മുന്നിൽ പിന്നെ ഒരു താമരമാല ചാർത്താനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ആടിക്കളിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ആടിക്ക് ഞാനൊന്ന് ഞെട്ടിച്ചിട്ട് എന്താ നോക്കുമ്പോൾ ഒരു നല്ലൊരു താമരമാല ഇങ്ങനെ ആടുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കണം, ഇത് ആരപ്പത് എൻ്റെ മുന്നിൽ വന്നിട്ട് ഈ താമരമാല, ഇത്ര ചിന്ത വന്നപ്പോഴേക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം വരണം വിചാരിച്ചു നോക്കി. നോക്കുമ്പോൾ പിന്നെ ഒരു നല്ലൊരു കൈകളാണ്, അതിലാണ് പിന്നെ കൈകൾ നല്ലൊരു പിന്നെ പിന്നെ എന്താ പറയാ, മനോഹരമായ കൈകളെന്ന് പറയാം. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരാള് പിന്നെ നല്ലൊരു പിന്നെ യുവാവാണ്, പിന്നെ നല്ല പുഞ്ചിരിയാണ്, നല്ല തേജസ്സുള്ള ഒരു മനുഷ്യൻ. അത് നമ്മൾ നോക്കുമല്ലോ, കഴുത്തിൽ നിറയെ മാലകളുണ്ട്. ഈ ഒരു മാല കൈ തൂങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ കഴുത്തിൽ തെച്ചിയുടെ ഉണ്ട്, തുളസി മാല ഉണ്ട്, 2 കൂടിയ മാല ഉണ്ട്, താമരയും തെച്ചിയും കൂടിയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ മാലകൾ, എത്ര മാലകളാണ് ആ മനുഷ്യന്റെ കഴുത്തിൽ. ഞാൻ പിന്നെ നോക്കിയപ്പോൾ നല്ലൊരു പിന്നെ മഞ്ഞപ്പട്ടിന് പകരം വെള്ള പട്ട കൊടുത്തിരിക്കണം. കാലില് പിന്നെ തളയുണ്ട്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വരാ, ഞാൻ ഷീട്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെ ഇപ്പൊ അതാരാ പരിചയമില്ലാത്ത ഒരാള് തരുമ്പോ നമ്മളിപ്പോ പെട്ടെന്ന് വാങ്ങാൻ മടിക്കില്ല. ആര് ഞാൻ രണ്ടും കൽപ്പിച്ച് കയ്യിൽ നിന്ന് നീക്കി. അപ്പൊ എനിക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ മാല എന്റെ കയ്യിൽ തന്നു. അപ്പൊ എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, അപ്പൊ ശരിക്കും അവിടെ കൗണ്ടറിന് മുന്നിലാണ് നിൽക്കണം കേട്ടോ. പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ് അത് എന്തോ പിന്നെ വൃന്ദാവനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ഇത് തന്ന ഉടനെ പിന്നെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലകളൊക്കെ ഇളക്കുന്നത്, അങ്ങോട്ടും കുറെ ദൂരം പോകുന്നുണ്ട്. കൗണ്ടറിന്റെ അപ്പുറത്ത് വരെ ആ കഴിഞ്ഞ് നടന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോഴേക്കും കുറെ സ്ത്രീകള് ചുറ്റി. അപ്പൊ എനിക്ക് തോന്നുകയാണ് അതൊക്കെ ഗോപികമാർ, എന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്തോ. അപ്പൊ അവര് ഓരോ മാല ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ ചിരിച്ചുകൊണ്ട് മാല കൊടുക്കുന്നുണ്ട്. അപ്പൊ അവസാനം പിന്നെ ഒന്നോ രണ്ടോ മാല മാത്രം കിട്ടി. അപ്പോഴാണ് എനിക്ക് എന്റെ കയ്യില് മോളുണ്ട്. പിന്നെ അവള് ചോദിക്കണേ, എനിക്കൊരു മാല തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പൊ വേഗം അവൾക്ക് കൊടുക്കാനായിട്ട് കഴുത്തുനിന്ന് ഊരിയപ്പോഴേക്കും വേറൊരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു. അപ്പൊ ആ മാല രണ്ടായി പൊട്ടിച്ചിട്ട് ഒന്ന് ആ സ്ത്രീക്കും കൊടുത്തു, ഒന്ന് പിന്നെ മോൾക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ അവിടെ അപ്പക്ക് എത്തിയിരുന്നു. അപ്പൊ ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇതൊന്നും അറിയണില്ല, ഒന്നും നോക്കണില്ല എന്നൊക്കെ തോന്നുന്നു. അപ്പൊ അവന്റെ കഴുത്തില് നാരായണ നാരായണ പറഞ്ഞ ബാക്കിയുള്ള ഒരു തുളസിമാല അവന്റെ കഴുത്തിലിട്ടത്. എന്റെ കഥ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞപ്പോ പിന്നെ തിരക്കൊന്നും പിന്നെ തൊഴുകാൻ തിരക്ക് കുറവാണ്. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ഒന്നും കൂടി തൊഴുത് വരണോ ചോദിച്ചു. എനിക്ക് നല്ല ഇപ്പോഴും തൊഴുകാൻ കുറേ തൊഴുകാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ചോദിച്ചപ്പോ ഞാൻ ശരിയെന്ന് കുട്ടികളെയും കൊണ്ട് തൊഴുകാൻ പോയി. അപ്പോഴും ഞാൻ ഇതൊന്നും വിചാരിച്ചില്ല, എന്തോ ഭഗവാന്റെ ആ ഒരു മായ, ഭഗവാൻ നമ്മള് പിന്നെ മായയുടെ വല എപ്പോഴും ഭഗവാന്റെ കയ്യിലുണ്ടാവും എന്ന് പറയുന്നത് ഇതാണ്. നമ്മളത് ഇതാണ്. അപ്പൊ ആ ആളെ ശരിക്കും പ്രദർശനം വെച്ചാൽ മതിയായിരുന്നു ശരിക്കും. പക്ഷെ ഞാൻ അതിന് പകരം അമ്പലം പ്രദർശനം വെച്ചു വന്നു. ഞാൻ പിന്നെ അത് ഓർത്തിട്ട് ഇപ്പോഴും ഞാൻ വ്യത്യസ്ത എന്തൊരു മണ്ടത്തരാണ് ഞാൻ ആ കാട്ടിയതെന്ന്. എന്നിട്ട് ആ മാലയൊക്കെ ബാഗിൽ വെച്ചിട്ട് ഞാൻ പോയി വന്നപ്പോഴും ആ സ്റ്റെപ്പിന്റെ അവിടെ ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ണുകളിൽ ഭയങ്കര കുസൃതി, എന്നെ പറ്റിച്ച മാതിരി ഒരു ഭാവമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് പിന്നെ എല്ലാവരും ഒന്ന് നോക്കി മുന്നേ അപ്രത്യക്ഷമാവുന്നത്. അപ്പോഴാണ് ശരിക്കും എന്താ വെച്ചാൽ ഇതുവരെ ഇപ്പൊ നമ്മള് അമ്പലത്തിൽ പോയി തൊഴുകും, അല്ല ഭഗവാനും ഇപ്പൊ അങ്ങനെ വരും എന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ശരിക്കും ആ പിന്നെ ഇതിനൊക്കെ പകരം നമ്മൾ വെള്ളപ്പട്ടിന് പകരം മഞ്ഞപ്പട്ട ഉടുത്തിരുന്നെങ്കിൽ തലയിൽ ഒരു കിരീടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ മയിൽപ്പീലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. അത് മാസാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത കളിയാക്കിയത്. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആ ഭഗവാന്റെ മായ, അതായത് നമ്മള് അഹംഭാവം കൊണ്ട് എന്തെല്ലോ ചിന്തിക്കും, ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് എപ്പോഴും അഹംഭാവമൊക്കെ ഇടയ്ക്ക് വരും വയ്ക്കും. അപ്പൊ അറിയണത്, അതായത് അത് മുതൽ ചിന്ത വന്നു. എന്താ വെച്ചാ നമ്മൾ വിചാരിക്കണമല്ലോ ഭഗവാൻ. ഇപ്പൊ പിന്നെ സായിബാബയിലേക്ക് നല്ല പുസ്തകങ്ങളൊക്കെ വായന തുടങ്ങിയപ്പോഴാണ് ഭഗവാന്റെ ഇതെന്ന് നമ്മൾ അറിയണത്. എന്താ വെച്ചാൽ എന്റെ പിന്നെ സമ്മതമില്ലാതെ ഒരു ജീവി ഒരു ഇല പോലും ചലിക്കില്ല എന്ന് ആ ഒരു ഇത്. പിന്നെ പലരുടെ അനുഭവം കേൾക്കുമ്പോൾ നമ്മൾ പറയും നമ്മളുടെ അഹംഭാവത്തിനൊന്നും ഒരു കാര്യമില്ല, ശരിക്കും നമ്മളൊക്കെ വെറും ഭഗവാന്റെ ഒരു വെറും കളിപ്പാട്ടാണെന്നുള്ളത്. സായിരാ, എല്ലാം ഭഗവാന്റെ കാക്കൾ സമർപ്പിക്കണം എല്ലാ അനുഭവങ്ങളും. സായിരാ. అందరూ ఐకమత్యంగా పనిచేసి ఎంతటి కార్యాన్నైనా మనం సాధించవచ్చు. With unity, any stupendous task to be accomplished. చిన్న చిన్న చీమలన్నీ చేరి పెద్ద సర్పాన్ని కూడా చంపేస్తుండేది మనం చేస్తున్నాం. We can see even small ants by coming together can kill even a big snake. కనుక మానవత్వం అనేటువంటిది ఐకమత్యంగా ఉంటుంటే మనం సాధించలేనటువంటిది ఏమిటుంది ఈ జగత్తులో? If there is unity among humanity, is there any work which cannot be accomplished at all? ఐకమత్యం ఎప్పుడు మనకు లభిస్తుంది? When can we get that unity? మన హృదయాలు పవిత్రము గావించుకున్నప్పుడే ఈ ఐకమత్యం అనేటువంటిది మనకు లభిస్తుంది. Only when we purify our hearts, we can achieve that kind of unity. ఈ హృదయాలు పవిత్రమైనప్పుడే దివ్యత్వం అనే దాన్ని మనం అందులో ప్రతిబింబ చేసుకుంటాం. Only when we purify our hearts, the divinity gets reflected in our hearts. കൃഷ്ണവാരി ഭജന പാടിക്കോളൂ. നന്ദലാലാ നവനീത ചോര നടവരലാലാ ഗോപാലാ, നന്ദലാലാ നവനീത ചോര
നടവരലാല ഗോപാല ദേവകീ വസുദേവ കുമാര ദേവദേവ ഗോപാല ദേവകീ വസുദേവ കുമാര ദേവദേവ ഗോപാല നന്ദലാല നവനിത ചോര നടവരലാല ഗോപാല മോഹന മുരളി ഗാനവിലോല മോഹന സായി ഗോപാല മോഹന മുരളി ഗാനവിലോല മോഹന സായി ഗോപാല നന്ദലാല നവനിത ചോര നടവരലാല ഗോപാല ദേവകീ വസുദേവ കുമാര ദേവദേവ ഗോപാല നന്ദലാല നവനിത ചോര നടവരലാല ഗോപാല മോഹന മുരളി ഗാനവിലോല മോഹന സായി ഗോപാല മോഹന മുരളി ഗാനവിലോല മോഹന സായി ഗോപാല നന്ദലാല നവനിത ചോര നടവരലാല ഗോപാല. ഓം ശ്രീ സായിരാം. സമയമുള്ളത് കൊണ്ട് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അതായത് ഞാൻ ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ദ വിഷ്വലി ഹാൻഡിക്യാപ്ഡ്, സായി ജ്യോതി ട്രസ്റ്റ് ഫോർ ദ വിഷ്വലി ഹാൻഡിക്യാപ്ഡ്, അതായത് കാഴ്ച കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് നടത്താനായിട്ട് ബൈലോസ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ സെക്കൻഡ് ആർട്സിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ട് ലൈൻ കിട്ടി. അവിടെ ഇരിക്കുമ്പോൾ സ്വാമി കാറിൽ വരുന്ന സമയമാണ്. കാറിൽ വന്നിട്ട് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്, സ്വാമി ഈ ബൈലോസ് വാങ്ങിച്ചാൽ മാത്രമേ ഞാനിത് തുടങ്ങുകയുള്ളൂ, സ്വാമിയുടെ സഹായം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, വേറെ ആരോടും ഞാൻ ആവശ്യപ്പെടില്ല. അതായത് സായി ഡിവോട്ടീസിനോടൊന്നും ഞാൻ ഒരു പൈസ പോലും ചോദിക്കില്ല, ആരോടും ചോദിക്കില്ല. സ്വാമി നടത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ ബൈലോസ് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സ്വാമി പതുക്കെ കാറിൽ വന്നിട്ട് പെട്ടെന്ന് വരുമല്ലോ, സെക്കൻഡ് ആർച്ച് ആ വാതിലിന്റെ അടുത്ത്, ഫസ്റ്റ് ആർച്ച് കഴിഞ്ഞ് സെക്കൻഡ് ആർച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ്. സ്വാമി അവിടെ നിന്ന് എൻ്റെ നേരെ മുമ്പിൽ കാർ നിർത്തിയിട്ട് ജനാല താഴ്ത്തി. അപ്പൊ കൂടെ നടക്കുന്ന കുട്ടിയോട് പറഞ്ഞു അത് വാങ്ങൂന്ന് പറഞ്ഞു. സ്വാമി അകത്തിരുന്നിട്ട് ജനാല താഴ്ത്തിയിട്ട് അടുത്തിരിക്കുന്ന നടക്കുന്ന കുട്ടിയോട് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഞാൻ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന ശേഷം ഞാനിത് ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ 3 പേര്, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെ ആയിക്കൊണ്ട് ട്രഷററും ഒക്കെ ആയിക്കൊണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവര് എല്ലാവരും ആർഡൻ സായി ഡിവോട്ടീസ് ആണ്. ഞങ്ങളത് തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ ഓണം ഒരുപാട് പേർക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഹാളില് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഇവരുടെ ഒരു കുടുംബ സംഗമം അറേഞ്ച് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഹാള് കുറച്ച് വലുതായിരുന്നു, ഒരു 10-60 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. താഴെയും കസേരകളിലൊക്കെ ഇരിക്കാൻ പറ്റിയ വലിപ്പമുള്ള ഹാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തി. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഹാൾ എടുക്കാനും ഒന്നും പോകണ്ട, പണച്ചെലവുമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രണ്ട്സും ഞാനും ഇവർക്ക് ഉച്ചക്കലത്തേക്ക് ഭക്ഷണമായിട്ട് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ തയ്യാറാക്കും. അപ്പൊ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ അതിൽ പങ്കുചേരും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഭക്ഷണവും വൈകുന്നേരത്തെ ചായക്കൊരു കടി എല്ലായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ വളരെ ദൂരേന്ന് കൊട്ടാരക്കരയിൽ പോലും കുട്ടികൾ വരുമായിരുന്നു, ഫാമിലി. പിന്നെ കണ്ണു കാണാത്ത അച്ഛനും അമ്മയും കണ്ണു കാണുന്ന മക്കളും ആയിട്ടൊക്കെ പല സ്ഥലത്തു നിന്നും, കോഴിക്കോട്, കണ്ണൂര്, കൊട്ടാരക്കര എന്നൊക്കെ ഈ സംഗമത്തിന് വരുമായിരുന്നു. കാരണം അവരൊക്കെ പഠിച്ചത് തിരുവനന്തപുരത്തായതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എന്നെ പരിചയമുണ്ട്. അതുകൊണ്ട് ഒരു ഫാമിലി ആയി കഴിഞ്ഞപ്പോഴും
എത്ര ദൂരെയാണെങ്കിലും ഞാനൊരു കാര്യം അറേഞ്ച് ചെയ്യുമ്പോൾ അവർ വരും. അങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന് പല സ്ഥലത്തു നിന്നും, പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് എന്ന് വേണ്ട എല്ലാ സ്ഥലത്തു നിന്നും അവർ വരുമായിരുന്നു. വളരെ സന്തോഷമായിട്ട് നമ്മളത് കൂടുമായിരുന്നു. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്ക് കുറച്ചു പേർക്ക് ഓണത്തിന് കിറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഓണം കിറ്റ് അവർക്ക് KFB എന്നൊരു സാധനമുണ്ട്, അതായത് കേരള ഫെഡറേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്നൊരു സ്ഥാപനമുണ്ട്. പക്ഷെ അവിടെയൊക്കെ കൊടുക്കുന്നത് നാമമാത്രമായ സാധനങ്ങൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവർക്ക് വേണ്ടി സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഒരു 10-25 ഐറ്റംസ് വെച്ചൊരു ഓരോരുത്തർക്കും ഒരു 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, 2 കിലോ ഗോതമ്പ്, ഗോതമ്പ് പൊടി, അങ്ങനെയൊക്കെ എല്ലാ മസാലകള്, പായസത്തിന്റെ കൂട്ട്, അങ്ങനെ നല്ലൊരു ഓണസദ്യയുടെ കിറ്റ് തയ്യാറാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആരോടും ചോദിക്കാൻ വയ്യല്ലോ. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെത്താനെ ഇത് അറിയുന്ന എൻ്റെ ഈ ഇതിനു വേണ്ടി എൻ്റെ ക്ലാസ്സുകൾക്ക് വരുന്നവർ മാത്രമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു 10 പേർക്കോ 15 പേർക്കോ നമുക്ക് കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുക്കാനുള്ള ഇതില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ SBT അന്ന് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അവരുടെ സോഷ്യൽ വിങ്ങുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഇത് സംബന്ധിച്ച്. അപ്പൊ അവര് പറഞ്ഞു, ആന്റി ഞങ്ങളും കൂടെ ചേരാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ കൂട്ടായിട്ട് കൊടുക്കാം, അപ്പൊ കുറച്ച് അവരും കൂടെ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സഹായിച്ചു പറഞ്ഞു വന്നപ്പോ അറിഞ്ഞ ആൾക്കാർ തന്നപ്പോഴത്തേക്കും 250 കിറ്റ് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റി. 250 കിറ്റ് ആയപ്പോഴത്തേക്കും 250 ഫാമിലിയാണ്, 250 പേര് വരണം. അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിലെ ഹാള് പോരാ, അപ്പൊ മ്യൂസിയത്തില് വലിയൊരു ഹാൾ അറേഞ്ച് ചെയ്തു. അപ്പൊ പിന്നെ നല്ല കേമമായിട്ട് തന്നെ SBTയുടെ പിന്നെ മാനേജറായിരുന്ന ഗഡ്കരി, അന്ന് ഒരു ഗഡ്കരി എന്നൊരു സാറായിരുന്നു അന്നത്തെ മാനേജർ, മഹാരാഷ്ട്രീയൻ, അദ്ദേഹം വരാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് എൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി, പത്മശ്രീ ഒക്കെ ഇപ്പൊ കിട്ടിയ. അപ്പൊ ഇന്നും ഞങ്ങള് ആ ഒരു 16 വയസ്സ് 17 വയസ്സിലുള്ള അതേ സ്നേഹം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. വയസ്സ് 79-80 ഒക്കെ ആയെങ്കിലും അതേ സ്നേഹവും അതേ ലാളിത്യവും ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞു, തമ്പുരാട്ടി ഞാനിങ്ങനെ ഒരു കാര്യം അറിയുന്നുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ചീഫ് ഗസ്റ്റ് ആക്കി, മുഖ്യ പ്രഭാഷകയാക്കി ഈ സമ്മാനം കൊടുക്കുന്നതിന് അവരെ ഏർപ്പാടാക്കാന്ന് SBT സമ്മതിച്ചു. അങ്ങനെ SBTയുടെ സാറും ഗൗരി ലക്ഷ്മിയും കൂടെ ആളുകൾക്കുള്ള കിറ്റുകൾ സമ്മാനം ചെയ്തു. ഞങ്ങൾ അവിടെ വെച്ച് ഭംഗിയായിട്ട് ഭഗവാന്റെ പടം വെച്ച് ഭഗവാന്റെ മുമ്പിൽ നിവേദ്യമായിട്ട് വെച്ചുകൊണ്ട് എല്ലാവർക്കും അത് കൊടുത്തു. 25 ഐറ്റംസ് ആയിരുന്നു. അപ്പൊ അവര് പറയും, ആന്റി ഞങ്ങള് എത്രയോ കാലം കൊണ്ട് കിറ്റുകൾ വാങ്ങുന്നുണ്ട് ഗവൺമെന്റിന്റെയും KFBയുടെ ഒക്കെ, പക്ഷെ ഇങ്ങനെ സുഭിക്ഷമായിട്ട് ഒരു മാസത്തേക്കുള്ള പ്രൊവിഷൻ ഇതുവരെ ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അതിമനോഹരമായിട്ട്, അതായത് നമ്മൾ ഭഗവാനോട് നിസ്വാർത്ഥമായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഭഗവാൻ നൽകുന്ന ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഒത്തിരി അപ്പുറത്താണ്. സീമാതീതമാണ് ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ നിധിയും. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, അത് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 പേർക്കെന്നുള്ളത്. അപ്പൊ ബ്ലൈൻഡിന്റെ കൂട്ടത്തിലുള്ള കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. അവര് പറഞ്ഞു, ആന്റി 10 പേർക്ക് 15 പേർക്കെന്ന് നമ്മൾ വിചാരിച്ചിപ്പോ നമുക്ക് 250 ഫാമിലിക്ക് കൊടുക്കാൻ പറ്റി, വലിയ സന്തോഷമായി. നിറയെ അന്ന് അവർക്ക് ഭക്ഷണം ഏർപ്പാടാക്കി, കാപ്പിയൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ ഒരു ഫംഗ്ഷൻ നടത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. വേറൊരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ സ്വാമിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ ഒന്നും ചോദിക്കില്ലാന്ന്. അപ്പൊ ഒരു ദിവസം എൻ്റെ ഒരു ഫാമിലി, ജാനകി പൂർണ്ണമായിട്ട് ബ്ലൈൻഡാണ്, MA കാരിയാണ്, വളരെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. ജാനകിയുടെ ഹസ്ബൻഡ് ഹാഫ് ബ്ലൈൻഡാണ്, കുറച്ച് കാണാം അത്രയേ ഉള്ളൂ, പക്ഷെ ഒരുപാട് അസുഖമുള്ള ആളാണ്. 2 മക്കളാണ്, മൂത്ത മകളും രണ്ടാമത്തെ ഒരു മകനും. ആ 2 പേരും നന്നായിട്ട് പഠിക്കും. അപ്പൊ അവിടെ അവർക്കൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്, ബൂത്ത് ഉണ്ടായിരുന്നു, ടെലിഫോൺ ബൂത്തായിരുന്നു. അപ്പൊ നല്ല വരവായിരുന്നു. അതുകൊണ്ട് അവരെ പിന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നന്നായിട്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2 പേരും അസലായിട്ട് പഠിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ഈ മൊബൈൽ വന്നപ്പോഴത്തേക്ക് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വലിയ കഷ്ടമായി. അവർക്ക് മിക്കവാറും എല്ലാവർക്കും ഈ ബൂത്തുകളായിരുന്നു, ടെലിഫോൺ ബൂത്ത്സ്. അവരുടെ ബൂത്തുകളെല്ലാം
പിന്നെ എന്താ പറയാ, മിക്കവാറും അടച്ചിടേണ്ട അവസ്ഥയെ. ആരും ഫോൺ ചെയ്യാൻ വരില്ല. 1 രൂപ 2 രൂപയാണ് ഫോണിന് വാങ്ങിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഫോൺ ആള് കിട്ടാണ്ടായി. അപ്പൊ അങ്ങനെ ഈ കുട്ടികളുടെ ഫീസ് പിന്നെ കുടിശ്ശികയായി. അപ്പൊ കുറച്ചൊക്കെ അവർ ഇളവ് നൽകുന്നുണ്ട് സ്കൂള്, കാരണം അച്ഛനമ്മമാരുടെ സ്ഥിതി അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും എത്രമാത്രം ഇളവ് നൽകാൻ പറ്റും? അവർക്ക് മാത്രം ഇളവ് കൊടുത്താൽ ബാക്കിയുള്ള പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരും ചോദിക്കുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അല്ല, നിങ്ങൾ ഫീസ് അടയ്ക്കണം, ഏതാണ്ട് ഒരു 15,000 രൂപയോളം അടയ്ക്കണം. ഒരു വർഷത്തെ കൂടുതൽ ഫീസ്, 2 വർഷത്തെ ഫീസോളം പെൻഡിങ് ആയി. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എന്നെ ഒന്ന് സഹായിക്കാമോ ആൻറ്റി? ഞാൻ പറഞ്ഞു, എന്റെ ജാനകി, നീ സ്വാമിയോട് പ്രാർത്ഥിക്കുക, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. ആ ഫോൺ ഞാൻ നോക്കട്ടെ ജാനകി, ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാൻ വേണ്ടത് എനിക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ താഴെ വെച്ചതും എൻ്റെ ഒരു ഫ്രണ്ട് ഉടൻ തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് വന്നോട്ടെ വീട്ടിലോട്ടെ, എനിക്കൊരു കാര്യം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം? അത് ഞാൻ വന്നിട്ട് പറയാം, ഇപ്പൊ പറയണില്ല, ഞാൻ വന്നിട്ട് ഭഗവാൻ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കഥ പറയാമെന്ന. ഓ ശരി, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലൊരു ഒരു സ്കൂൾ റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സത്സംഗ പ്രഭാഷണങ്ങളും പിന്നെ ഓരോന്ന് ഭഗവത്ഗീത, നാരായണി ഇതൊക്കെ പഠിക്കലുണ്ട്. അതിനാണ് ഞങ്ങൾ ഒരു 8-10 പേര് വരും, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ചെയ്യും. അതിലൊരാളാണ് ഈ കുട്ടി. പേര് പറയണ അതിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് വന്നിട്ട് ഭഗവാന്റെ ഒരു പൊതി, കടലാസ് പൊതിയാണ്, ഒരു കടലാസ് പൊതി കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ പടത്തിന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ ഞാൻ, എന്താണ് പൊതിക്കകത്ത്? അത് തുറന്നു നോക്കൂ എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോ അതിനകത്ത് 50,000 റുപ്പീസാണ്. 50,000 റുപ്പീസാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ കുട്ടി, ഇത് എന്താ ഇത്ര അധികം പൈസ ഇവിടെ കൊണ്ട് വെക്കാനുള്ള കാരണം എന്താണ്? പറഞ്ഞു, അത് ഞാൻ പറയാം, അതൊരു വലിയ സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഹസ്ബൻഡ് മരിക്കുന്നതിന് മുൻപ് അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവിന് ഒരു 8 ലക്ഷം രൂപ ഹസ്ബൻഡ് കടം കൊടുത്തു. ഇവർക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് അത്രയും വലിയൊരു എമൗണ്ട്. അവർക്ക് എന്തോ ബിസിനസ്സിന് നഷ്ടം വന്നപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കൊടുത്തതാണ്. അപ്പൊ കൊടുത്തു. ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചും പോയി. ഇവര് ചോദിച്ചു, പക്ഷെ കൊടുക്കുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് മരിച്ചിട്ട് 4-5 വർഷമായിട്ടും ആ പൈസയുടെ ഒരു കാര്യവും അറിയുന്നില്ല, ഒന്നും കിട്ടുന്ന യാതൊരു ഇതുമില്ല. ഇവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം വെറുതെ അച്ഛന്റെ പൈസ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നല്ലോ ഭഗവാനെ. അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും സങ്കടം വരും, ഇങ്ങനെ എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാക്കി തരും. അസഹായ സഹായനല്ലേ ഭഗവാൻ, പ്രാർത്ഥിക്കൂടോ എന്ന് പറയും. അപ്പൊ ഈ ഒരു ദിവസം ഞാനിത് പറയണ ദിവസം, എനിക്ക് പൈസ കൊണ്ട് തരുന്ന ദിവസം, തലേ ദിവസം ഞങ്ങളുടെ ക്ലാസ് വെള്ളിയാഴ്ച തോറുമാണ്. വെള്ളിയാഴ്ച വന്നിട്ട് പോയപ്പം പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നോക്കട്ടെ ഭഗവാൻ എന്താ ചെയ്യണേ. അവിടെ ചെന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാ, ആ റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സങ്കടമുണ്ട്, ഞാൻ വളരെ ക്ഷമ യാചിക്കുകയാണ്. കാരണം ഒറ്റ അക്ഷരം മിണ്ടാതെ ഇത്ര കാലം ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം നാണം കൊണ്ടാണ്, എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പൊ വെറുതെ പറ്റുന്നില്ല എന്ന് എങ്ങനെ വിളിച്ചു പറയും? അദ്ദേഹം മരിച്ചും പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വിളിക്കാതിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ പിന്നെ അക്കൗണ്ടിലേക്ക് 8 ലക്ഷം രൂപ മുഴുവനും അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ, ആ 8 ലക്ഷം രൂപ എനിക്ക് തരുവാണെങ്കിൽ 50,000 രൂപ ഞങ്ങളുടെ അവരാണ് എൻ്റെ സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡന്റ്, അവര് സെക്രട്ടറിയാണ്. അപ്പൊ പറഞ്ഞ്, ഞങ്ങള് ഈ സ്ഥാപനത്തില് ഞങ്ങള് ഇട്ടുകൊണ്ട് ഞങ്ങള് ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ 8 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ആ 50,000 രൂപയും കൊണ്ട് വന്നത് ജാനകി വിളിച്ചു പറഞ്ഞ ഉടൻ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തിങ്കളാഴ്ച നമുക്ക് നെയ്യാറ്റിൻകരയാണ്, നെടുമങ്ങാടാണ് അവരുടെ സ്കൂള്, നമുക്ക് ദർശന എന്നൊരു സ്കൂളാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ ജാനകിയുടെ ബൂത്തിൽ പോവാം, പോയിട്ട് ജാനകിയും കൂടെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോയി ആ കുട്ടിയുടെ ഫീസ് മുഴുവൻ അടച്ചു തീർക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി നെടുമങ്ങാട്ട് പോയി ജാനകിയെ കണ്ട്, ജാനകിയെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ ചെന്നപ്പം സ്കൂളിലെ അധികാരികൾക്ക് ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചത്? ഞങ്ങൾ സായി ഡിവോട്ടീസാണ്,
ഭഗവാന്റെ പേരിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം നമ്മൾക്ക് പൈസ വന്നു, കയ്യിൽ വന്നു, സ്പോൺസേഴ്സ് ഉണ്ടായി. അപ്പൊ പിന്നെ കുട്ടികളുടെ പഠിത്തം മുടങ്ങണ്ട. 10ാം ക്ലാസ് ആയി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവര് പറഞ്ഞു വളരെ സന്തോഷമുണ്ട്, നല്ല പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതാണ് ഭഗവാൻ. നമ്മള് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. അസാധ്യമായത് ഭഗവാൻ സാധ്യമാക്കി തരും എന്നുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. ജയ സായിരാം. സായി ഉപമ. സമർപ്പണം എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമർപ്പണത്തിന്റെ പേരിൽ ജനങ്ങൾ അലസത വളർത്തുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ഈശ്വരന് സമർപ്പിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഈശ്വരന് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരവും അതിനു മുകളിലും നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പോൾ പിന്നെ മനസ്സും ശരീരവും ഈശ്വരന് സമർപ്പിച്ചു എന്ന് പറയുന്നതില് എന്തർത്ഥമാണുള്ളത്? അത് അസത്യമല്ലേ? ഈശ്വരനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതാണ് ഉത്തമമായ ഉദാഹരണം ഓടക്കുഴലാണ്. ഓടക്കുഴലിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം എന്താണ്? സമ്പൂർണ്ണ സമർപ്പണം. എങ്ങനെ അറിയാം? ഒരു ഓടക്കുഴലിൽ നിന്ന് ഭഗവാന്റെ ചുണ്ടോട് ചേർന്നിരുന്ന മനോഹരമായ ഗീതം ഒഴുകി വരുന്നു. അതിന് കാരണം അതിൻ്റെ ഉള്ളു തീർത്തും പൊള്ളയാണ്. ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെ സമ്പൂർണമായിട്ടും ഭഗവാന് സമർപ്പിക്കപ്പെട്ട ഒരു സാധാരണമാണ്, ഒരു ഉപകരണമാണ് ഓടക്കുഴൽ. അതുപോലെ ഓടക്കുഴലിന് 9 ദ്വാരങ്ങളാണുള്ളത്. ആ 9 ദ്വാരങ്ങളിൽ കൂടെ ഭഗവാൻ മനോഹരമായ ഗാനം ആലപിക്കുന്നു. അതുപോലെ മനുഷ്യ ശരീരത്തിലും 9 തുളകളാണുള്ളത്. ആ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ആഗ്രഹങ്ങളാകുന്ന, അഹന്തയാകുന്ന, അസൂയയാകുന്ന എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നിർമാർജനം ചെയ്ത് ശരീരത്തിന്റെ ഉള്ളിനെ പൊള്ളയാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഭഗവാന്റെ കയ്യിലെ ഉപകരണമായ ഓടക്കുഴലായി മാറുവാൻ സാധിക്കും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.